നമസ്കാരം. കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും പൊട്ടിത്തെറി. സിദ്ധരാമയ്യ പക്ഷവും DK ശിവകുമാർ പക്ഷവും രണ്ടും വീണ്ടും അകലുകയാണ്. DK ശിവകുമാർ പക്ഷം ഡൽഹിയിലേക്ക് വീണ്ടും പറന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഹൈക്കമാൻഡുമായി സജീവമായി ചർച്ച നടക്കുകയാണ്. ഈ കർണാടകത്തിലെ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു എന്ന് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നു എങ്കിലും വീണ്ടും തല ഉയർത്തുകയാണ് കർണാടകത്തിലെ പ്രശ്നം. അതായത് 2023 മെയ് 20 സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. 2.5 വർഷം പൂർത്തിയാകുമ്പോൾ DK ശിവകുമാറിന് അധികാരം കൈമാറുമെന്ന്. അതിനനുസരിച്ച് നവംബർ 20 സർക്കാർ പകുതി കാലാവധി പൂർത്തിയാക്കിയതോടുകൂടി ഒരു നേതൃമാറ്റം ഉണ്ടാകുമെന്നതായിരുന്നു DK ശിവകുമാർ പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും തനിക്കത് മാറുവാൻ തയ്യാറല്ല. 17ാമത്തെ ബഡ്ജറ്റ് തനിക്ക് അവതരിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പിടിവാശിയായിരുന്നു സിദ്ധരാമയ്യയ്ക്ക്. അതിനുശേഷം സിദ്ധരാമയ്യയുമായിട്ട് വലിയ അനുരഞ്ജന ചർച്ചകളൊക്കെ ഉണ്ടാകുന്നു. ഡിസംബറിനകമെങ്കിലും അധികാര കൈമാറ്റം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ശിവകുമാറിനതുണ്ടായില്ല. പിന്നീട് ഉണ്ടാകുന്ന ഒരു കോംപ്രമൈസ് ചർച്ച, ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് ശേഷം വീണ്ടും കാത്തിരിക്കുവാൻ വേണ്ടി DK ശിവകുമാർ തയ്യാറായിരുന്നു. 10ഓളം അദ്ദേഹത്തിൻ്റെ MLA-മാരുമായിട്ട് വലിയ പ്രക്ഷോഭമാണ് DK ശിവകുമാർ നടത്തിയത്. നിരന്തരം ഡൽഹിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ 10 അല്ല അതിൽ കൂടുതൽ MLA-മാർ അദ്ദേഹത്തിനൊപ്പമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ്, കർണാടകത്തിലെ കോൺഗ്രസ് രണ്ടായി വേർപിരിയുന്ന ഒരു ഘട്ടമുണ്ടാകും. അത് അതിജീവിക്കുവാൻ കർണാടകത്തിലെ കോൺഗ്രസിന് ആകില്ല എന്നുള്ള ഭീഷണികളൊക്കെയും മുഴക്കപ്പെട്ടിരുന്നു. ഇനി തനിക്ക് BJP-യിലേക്ക് പോയാലും അവരും സ്വീകരിക്കുമെന്നൊക്കെയുള്ള വീരവാദങ്ങൾ വളരെ രഹസ്യമായി രാഹുൽ ഗാന്ധിയുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു. എന്നാലും അനുരഞ്ജന ചർച്ചകൾക്ക് ശേഷം ഒരു ഒത്തുതീർപ്പിന് വിധേയമായി 17ാമത്തെ ബഡ്ജറ്റിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരാം എന്നതായിരുന്നു ധാരണ. കർണാടകത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ആളും അർത്ഥവുമായി നിൽക്കുന്ന നേതാവാണ് DK ശിവകുമാർ. വളരെ സമ്പന്നനായ ഒരു നേതാവാണ്. കർണാടകത്തിലെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നനായ നേതാവാണ്. കോൺഗ്രസിൻ്റെ ഫണ്ടിങ്ങും ഏറ്റവും അധികം നടത്തുന്നതും DK ശിവകുമാറാണ്. ആ രീതിയിൽ വളരെയധികം കാര്യങ്ങൾ അതിശക്തനാണ് കർണാടക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കർണാടക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DK ശിവകുമാർ. പക്ഷേ സിദ്ധരാമയ്യ ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറല്ല. സിദ്ധരാമയ്യയ്ക്ക് വളരെയധികം നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കർണാടകത്തിൽ. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെയും സിദ്ധരാമയ്യ ഇത് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കുവാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇനി അടുത്തടുത്ത ബഡ്ജറ്റുകൾ 2028 വരെയും അധികാരത്തിൽ തുടരുവാനുള്ള ശ്രമമാണ് സിദ്ധരാമയ്യ നടത്തി വരുന്നത്. എന്തു തന്നെ ആയാലും കർണാടകത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഇളകി മറിയുകയാണ്. കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള വടംവലി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറോടുകൂടി അധികാര കൈമാറ്റം വേണം എന്നുള്ള വലിയ വാശിയിലായിരുന്നു DK ശിവകുമാർ. എങ്കിലും ആ DK ശിവകുമാറിനെയൊക്കെ അനുരഞ്ജിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് വലിയ ചർച്ചകളാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ മാത്രമേ സിദ്ധരാമയ്യ ഒഴിയുള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സിദ്ധരാമയ്യയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ കർണാടകത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ DK ശിവകുമാർ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് കർണാടക രാഷ്ട്രീയം ഇനിയും തിളച്ചു മറിയാൻ പോകുന്നു. ഇനിയൊരു അടുത്തൊരവസരം വീണ്ടും സിദ്ധരാമയ്യയ്ക്ക് കൊടുക്കുവാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് DK ശിവകുമാർ ഇത്തവണ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ എന്നെ പറ്റിച്ചു. വീണ്ടും അടുത്ത 17ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അധികാര കൈമാറ്റം നടത്താമെന്ന് പറഞ്ഞിരുന്നു. ഇനി അതും ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി രണ്ടായി പിരിക്കും എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധ കൊടിയാണ് ഇപ്പോൾ DK ശിവകുമാർ ഉയർത്തുന്നതായിട്ട് അറിയാൻ കഴിയുന്നത്. എന്തായാലും കർണാടകത്തിലെ രാഷ്ട്രീയം വീണ്ടും തിളച്ചു മറിയുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.